പഹൽഗാമിന് പിന്നിലാരൊക്കെ എന്ന ജന്മഭൂമി ലേഖനത്തിൽ ആഗോളതലത്തിൽ കാശ്മീർ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഗൂഢാലോചനയെ തുറന്നു കാണിക്കുകയാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകനായ വിഷ്ണു അരവിന്ദ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ: സമീപകാലത്ത് ആദ്യമായി കാശ്മീരിനെ ചുറ്റിപ്പറ്റിയുള്ള വംശഹത്യാ പ്രചരണം നടത്തിയത് ഇമ്രാൻഖാനായിരുന്നു. എന്നാൽ ക്രിക്കറ്റിനപ്പുറം ഇമ്രാൻഖാന്റെ വിശ്വാസ്യത ചോദ്യചിഹ്നമായപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഒരു വെള്ളക്കാരനായ വിദഗ്ധനെ രംഗത്തിറക്കി. അതായിരുന്നു ഗ്രിഗറി സ്റ്റാൻഡൺ. മറ്റ് പാശ്ചാത്യ വിദഗ്ധരും ഇതേ ആഖ്യാനം മുന്നോട്ട് കൊണ്ടുപോയി. അമേരിക്ക കേന്ദ്രമായ ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൗൺസിൽ, ജോർജ് സൊറോസിന്റെ ഹിന്ദു ഫോർ ഹ്യൂമൻ റൈറ്റ്സ്, എൻഗേജ് ആക്ഷൻ എന്നിവർ ചേർന്ന് ഗ്രിഗറി സ്റ്റാൻഡിനെ മുഖ്യ പ്രഭാഷകനായി ചില അമേരിക്കൻ പാർലമെന്റ് അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു കോൺഗ്രഗേഷണൽ ബ്രീഫിംഗ് നടത്തി. ശേഷം കശ്മീരിൽ ആസന്നമായ വംശഹത്യക്കെതിരെ ഒരു പ്രമേയം പാസാക്കാൻ US പാർലമെന്റിനെ പ്രേരിപ്പിച്ചു. ഭാരതത്തിനെതിരെയുള്ള വംശഹത്യാ പ്രചരണത്തിന് കൂടുതൽ ഊർജം പകരാനും ആസന്നമായ വംശഹത്യയ്ക്ക് കൂടുതൽ പ്രചരണം നൽകാനും 2022 ജനുവരി 19 ദ വയർ എന്ന മാധ്യമത്തിൽ സ്റ്റാൻഡിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകനായ കരൺ താപ്പർ ഒരു അഭിമുഖം നടത്തി. അതിൻ്റെ ഉള്ളടക്കം വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തു. 370 റദ്ദാക്കിയതിന് ശേഷം കശ്മീർ വിനോദസഞ്ചാരത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും സാക്ഷ്യം വഹിച്ചു. 2024 മാത്രം 2.36 കോടി ആളുകളാണ് അവിടം സന്ദർശിച്ചത്. നിർഭാഗ്യവശാൽ 2020 മുതൽ അതിർത്തി കടന്നുള്ള ഭീകരതയുടെ പുനരുജ്ജീവനമാണ് പിന്നീട് കണ്ടത്. ഇതോടെ വിദഗ്ധരും ആക്ടിവിസ്റ്റുകളും വാർത്താമാധ്യമങ്ങളും ഫാസിസ നിലപാടിൽ നിന്നും നിശബ്ദരായി. എന്നാൽ അതൊരു തന്ത്രപരമായ നിശബ്ദത മാത്രമാണ്. ഭീകരാക്രമണങ്ങളിലൂടെ ഭാരതത്തെ ഒരു സൈനിക ആക്രമണത്തിന് പ്രകോപിപ്പിക്കുകയാണ് ഇവരുടെ തന്ത്രം. സൈനിക നടപടിയിലൂടെ അടിച്ചമർത്തുന്ന മനുഷ്യാവകാശം ലംഘിക്കുന്ന രാജ്യമെന്ന ആഖ്യാനം ചമക്കുകയാണ് അവരുടെ ലക്ഷ്യം.